നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടായ മാറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ ബിഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയ സമയം കഴിഞ്ഞു പോയി, ഇനി അതിനെ നിലവിളിച്ചിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രസൻറ്റ് മൊമെൻറ്റ് തൊട്ടിട്ട് നമ്മളതിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ടൈമിനെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ സാധിക്കുമെന്ന് പറയും. അപ്പം നമ്മുടെ ലേൺ എങ്ങനെ ജീവിതത്തിൻ്റെ ലേൺ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ചിലതിനെ വിട്ട് കളയാനും ചിലതിനെ സ്വീകരിക്കാനും പഠിക്കുക എന്ന് പറഞ്ഞു. അതായത് ഫോർഗീവ് ചെയ്യുക. നമ്മൾ ഈ പാസ്റ്റിനെ ഇങ്ങനെ ഏറ്റുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ജീവിതം ഭംഗിയാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാസ്റ്റിനെ ഫോർഗീവ് ചെയ്യുക. നമ്മുടെ പ്രസൻറ്റിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചറിനെ ചിന്തിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് എടുത്തിട്ട് നമുക്ക് പോകാം. പക്ഷേ പ്രസൻറ്റിലും ജീവിക്കണം. പാസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടായ പല സംഭവങ്ങളെ നമ്മളിങ്ങനെ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പ്രസൻറ്റ് നശിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പാസ്റ്റിൽ തന്നെ ഫോർഗീവ് ചെയ്തിട്ട് പ്രസൻറ്റിലുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതാണ് ഞാൻ ഇനി നെക്സ്റ്റ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യം കേട്ടോ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അത് സംഭവിക്കാനുള്ളതാണ് എന്ന രീതിയിലൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് നോക്കും. കുറച്ചും കൂടി മൈൻഡ് നമുക്ക് കുറച്ചും കൂടി ഓക്കെ ആവും. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും അതെൻ്റെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് വന്നു ചേർന്നു, അതിന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം അത് എനിക്കായിട്ട് വന്നു ചേരാനുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു പെയിനിൽ കൂടെ കടന്നു പോകാനുള്ളതാണ്. എന്തുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും ബാക്കിയുള്ളവരുടെ സഹായം, കാരണം അത് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ പറ്റുന്ന ആ യൂണിവേഴ്സൽ എനർജിക്ക് അറിയാം. അതുകൊണ്ടാണ് അതെന്നെ ഹെൽപ്പ് ചെയ്തത് എന്ന രീതിയിൽ നമ്മളാണ് നമുക്ക് കൊടുക്കേണ്ടത്. എപ്പോഴും നമുക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും സമാധാനിപ്പിക്കാനും സാധിക്കുക, കൺസോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും മറ്റുള്ള കുറേ ആൾക്കാർ നമുക്കിടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾ സങ്കടം പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കടം വേറെ ആൾ കേൾക്കുകയാണെങ്കിലും ഏതൊരാളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇടയിൽ കയറി വർത്താനം പറയണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒരു ഷോൾഡറിൽ ഇത് കൊടുക്കാം, അതിനെ മനസ്സിലാക്കണ രീതിയിൽ ഇരിക്കുക, നമ്മുടെ മുഖത്ത് ഓവർ കാണിച്ചു കൂട്ടാതെ നമ്മളൊന്ന് കേൾക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ. അവിടെ വേറെ ആളെക്കാളും കൂടുതൽ അവർക്ക് ആ സങ്കടം അവരെ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഒരാളുടെ നെഗറ്റീവ് ഹാബിറ്റ്സിനെ കളയാൻ പഠിക്കണം എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് ഹാബിറ്റ്സിനെ നമ്മൾ കളയാൻ റെഡിയല്ല. നെഗറ്റീവ് ഹാബിറ്റ്സ് എനിക്ക് ഉണ്ട് എന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ റെഡിയല്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നേരാക്കി എടുക്കാനാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കളയാൻ പഠിക്കുക എന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ കൊണ്ടുവരാനും അതിനെ കൂടുതൽ നമുക്ക് ചിന്തിക്കാനും ഒക്കെ സാധിക്കണം. നമ്മുടെയൊക്കെ ഒരു ഉള്ളിൽ ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ട് എന്ന് പറയും. ഈ ക്രിയേറ്റീവ് പവർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കണോ എന്തോ ആയിക്കോട്ടെ, അത് എങ്ങനെ വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഇപ്പോൾ ഒരു കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ക്രിയേറ്റീവ് പവറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പുതിയ ഡിഷസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. ഇപ്പോൾ 3 ഐറ്റംസ് കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നോക്കിയിട്ടുണ്ടോ, പലതരം വിഭവങ്ങൾ ഉണ്ടാക്കണവരുണ്ടാവും. അതാണൊരു ഇത്. കാരണം ഈ എന്താണോ നമ്മുടെ മുമ്പിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ മുമ്പിൽ ഇല്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിലല്ല, അത് ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ മുമ്പിൽ എന്താണുള്ളത് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ ഹാപ്പി ആവാൻ പഠിക്കുക എന്നൊരു പോയിൻ്റ് അവിടെ വന്നത് കണ്ടോ നിങ്ങൾ. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യമോ, ഷടപ്പം എൻ്റെ കയ്യിൽ അതില്ല, ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ഐ ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. അതിന് നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ വളരെ മനോഹരമായൊരു കാര്യം കൊണ്ട്, അതായത് ഏതൊരു അവസ്ഥയിലും ഈ ഒരു സിറ്റുവേഷനെ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതില്ല, അത് സംഭവിക്കേണ്ടതിന് സംഭവിക്കണം. ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാനതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഞാൻ നിയന്ത്രിക്കേണ്ടത്. ഞാൻ പോയിട്ട് വേറെ ആൾക്കാരുടെ ചിന്തകളിനെ പോയിട്ട് നിൽക്കുക, നിങ്ങളുടെ ചിന്തകളങ്ങനെ ചിന്തിക്കരുത്, ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോരുത്, നേവട്ടെ നടക്കണ കാര്യം. എനിക്ക് എൻ്റെ തലയിൽ വരുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ തന്നെയാണ് ഞാൻ ആദ്യം പഠിക്കേണ്ടത്, അല്ല നമ്മൾ മറ്റൊരാളുടെ ചിന്തകളെ നിയന്ത്രിക്കാനും പഠിക്കില്ല. അപ്പം നിങ്ങളുടെ നെഗറ്റീവ് ഹാബിറ്റ്സിനെ കളയുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പഴയ കാര്യങ്ങളെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക, പുതിയ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവുക. നമ്മളുടെ പിന്നെ ക്രിയേറ്റീവ് പവറിനെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സെർച്ച് എടുക്കുന്ന മാതിരിയാണ്, നമ്മളിങ്ങനെ ഒരു പുതിയ കാര്യത്തിനെ സെർച്ച് ചെയ്യണ മാതിരി നമ്മുടെ ചിന്തകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാം. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ അത് 100% സിൻസിയറായിട്ട് ചെയ്യുന്നു പറയും.
ഏതൊരാളെന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ചതിക്കാണ്ടിരിക്കാനും പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സിൻസിയർ ആവാ റിലേഷൻഷിപ്പിൽ. മിസ്റ്റേക്സ് പറ്റുകയാണെങ്കിൽ മിസ്റ്റേക്സ് പറ്റി, നമ്മൾ കൊടുക്കാവുന്നത് 100% ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ റിസൾട്ടിന് പോസിറ്റീവായിട്ട് വരും. നമ്മൾ അതിനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്നുകൊണ്ട് ഒരു സംഭവം നടക്കാൻ പോകണമെന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നേ വരുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനെ നമുക്കൊരു ഭംഗിയാക്കി കൊണ്ടുപോകാനും നമുക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാകുന്നതിനും ഒരു ഫിലോസഫിക്കൽ ടോക്കാണെന്ന് വിചാരിച്ചേക്ക്. പിന്നെ പിന്നെ നമ്മൾ പറയും ഗോള് സെറ്റ് ചെയ്യുന്നത്. ഗോളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നേ, നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങിയ ഗോളാവണമെന്നൊന്നും ഇല്ല ഇത്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു ഗോള് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് നല്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ജീവിക്കാൻ പറ്റും. നമുക്കൊരു നമ്മളുടെ ഒരു ബക്കറ്റ് പ്ലാൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഒന്നും ചെയ്യാനില്ലപ്പാ, ഞാനിനിയിപ്പോൾ എന്തിനാണ് ജീവിക്കണേ എന്ന നെഗറ്റീവ് തോട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരു 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 പർപ്പസ് ഉണ്ടായിരിക്കണം നമ്മൾ ഉണ്ടാവുന്നതിന്. രാത്രി ആകുമ്പോഴേ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇത് സത്യം പറഞ്ഞാൽ ജപ്പാനീസ് അവരുടെ ഒരു ഭയങ്കര മെയിനായിട്ടുള്ള കാര്യം. ഓരോ ദിവസത്തിനും നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നണം. ഇത് നമുക്കേ ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്കും ഒന്നും തോന്നാൻ പോകുന്നില്ല. നമുക്കും തോന്നില്ല, മറ്റൊരാൾക്ക് നമ്മളെ തോന്നും വേണം. ഇത് എവിടെ തന്നെയാണ്? നമുക്ക് തോന്നില്ലേ മറ്റൊരാൾക്ക് തോന്നുള്ളൂ. നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ കുറിച്ചിട്ട് വലിയ വിലയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വില കൽപ്പിക്കണം. എവിടുന്ന്? എനിക്ക് എന്നെക്കുറിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാനും ഇതാവാനൊന്നും പറ്റിയിട്ടില്ല, എനിക്കല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്ന ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ചില ആൾക്കാരുമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. എന്താണ് ഞാനീ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ടോ? അതിൽ സെലിബ്രേറ്റ് ചെയ്യുക നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മൊമെൻ്റ് ഇപ്പോഴേ ഉള്ളൂ, അടുത്ത മൊമെൻറ്റിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ അടിച്ചു പോയാലോ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ തോന്നി, ഞാനിപ്പോൾ വീഡിയോ ചെയ്തു. ഇതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എനിക്ക് പറയാനും സംസാരിക്കാനും തോന്നിയൊരു കാര്യം ഞാൻ ചെയ്യാൻ പറ്റി. നാളെ നീളെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടാവണതില്ല. പ്രൊക്രാസ്റ്റിനേഷൻ നടത്തിക്കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഉണ്ടാകുന്ന ആ മൊമെൻറ്റിനെ ഇച്ചിയും കൂടി എടുക്കുമ്പോൾ നോക്കൂ, ദിസ് ഇസ് ദ മൊമെൻറ്റ്, ഇതിന് പിന്നിന് സംഭവിക്കണമെന്നില്ല. ആ ഒരു സമയത്തിനെ നമ്മൾ ഹാപ്പി ആക്കണം. ഇച്ചിയിൽ അതിൽ പറയുന്നുണ്ട്, ഒരാളിങ്ങനെ കാട്ടിൽ പോകുമ്പോൾ ഒരു വലിയ ഗുഹയുടെ അത് തുറന്നിരിക്കുന്ന സമയം, അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ തുറന്നിരിക്കുന്ന സമയമാണ്, നീ വരുന്നുണ്ടെങ്കിൽ വന്നോ എന്ന് പറഞ്ഞു അത്ര. അപ്പോൾ ഇയാൾ പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു ഞാൻ വരാം, എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂടി കൊണ്ടുവരാം. അവസാനം എന്താ ചെയ്യും, അയാളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഓടി വന്നപ്പോഴേക്കും ആ ഗുഹയുടെ വാതിലടച്ചു. അതായത് നമുക്ക് വേണ്ടി തുറക്കുന്ന ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. നമ്മൾ അതിനകത്തൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. ഹാപ്പി ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആവുക, ഓരോ മൊമെൻറ്റിനെയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിന് ബെറ്റർ ആക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ ഫിയർ ഉണ്ടല്ലോ, അത് നമ്മുടെ പെർസെപ്ഷനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു കാര്യമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ പേടി എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്ത് കാര്യവും നമ്മൾ അനലൈസ് ചെയ്യുന്നതല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു, നമ്മൾക്കത് എങ്ങനെയൊക്കെ മാറ്റാമായിരുന്നു, ഇത് ഓൾട്ടർനേറ്റീവ് സ്റ്റൈലിൽ കൊണ്ടുവന്ന് ചിന്തിക്കും. അവളങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കുറേ നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നതിന് പകരം നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ എന്ത് പറ്റും, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് വരെ ഇങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടായിരിക്കണം. അതിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ പറയില്ലേ, അഡോപ്റ്റ് ദ ന്യൂ തിങ്സ്. നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പം നമുക്കൊരു എനർജി ഫീൽ ഉണ്ടാവും. പിന്നെ തെറ്റുകളോ ഫെയിലിയറോ മിസ്റ്റേക്സോ അതൊക്കെ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷേ അതിനെ റിയലൈസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മളാണ്. മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടും മനസ്സിലാവാത്ത ചില ആൾക്കാരെ നമ്മൾ കാണാറൊക്കെ ഉണ്ട്. പിന്നെന്താ വെച്ചാൽ നമ്മുടെ പ്രോബ്ലംസിനെ നമുക്ക് തന്നെയാണ് ആദ്യം മാനേജ് ചെയ്യാൻ പറ്റുന്നത്, സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിനാദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിലേക്ക് ആദ്യം വരണം. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു എന്ന് പറയുമ്പോഴേക്കും തിരിഞ്ഞു ഓടുക എന്ന് പറഞ്ഞതല്ല ഏറ്റവും പ്രധാനം. എല്ലാ ചാലഞ്ചസും നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റണമെന്നില്ല. ചിലതിൽ നമ്മൾ ഓക്കെ അല്ലാണ്ടാവാം, എന്തെങ്കിലും ആവാം, നഷ്ടങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവും. ബട്ട് ആക്സെപ്റ്റ് ഇറ്റ്. അതെൻ്റെ കയ്യിലല്ലാത്തതാണ്, ഞാൻ ശ്രമിച്ചു, നമ്മുടെ 100% കൊടുത്തു, എന്നിട്ടും പറ്റിയില്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ
നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓവറായിട്ട് കാണിച്ചു കൂട്ടുക എന്നുള്ളതല്ല കേട്ടോ കാര്യം. ഈ ഈ സന്തോഷം എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്, നമ്മളുടെ ഇൻസൈഡാണ് ഉണ്ടാവുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെയാണ്? ഒന്നും ഉണ്ടായി ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ ആവും, ഇന്നത്തെ ദിവസം അതുണ്ടാവോ ഇതുണ്ടാവോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനാവശ്യമായ തോട്ടുകളിലും പ്രശ്നങ്ങളിൽ കൂടെയാണ് ഈ ആളുകൾ അത് കൊണ്ടുപോകുക. നമ്മുടെ ലൈഫിനെ ഏറ്റവും ബെറ്റർ ആക്കുന്നതിന്, മാനേജ് ചെയ്യുന്നതിനും നമ്മൾ തന്നെ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു കുറച്ച് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞത് ഒരു ഒരു ജീവിതത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. എനിക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും സിമ്പിളായിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്നിരുന്നാലും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ജസ്റ്റ് എൻജോയ്ഡ്. ഇതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോന്ന് ടോപ്പിക്ക് പറയുമ്പോഴും എനിക്ക് ആ സന്തോഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സന്തോഷം കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് എത്താൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ഇടുമ്പോൾ പറയണം കേട്ടോ, സന്തോഷമായോ ഇല്ലേ എന്നൊക്കെ. ഓക്കെ, താങ്ക് യു.